അഖിലനാരുടെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ, അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കും. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഇവനാണ് ആ ബസ് ഡ്രൈവർ, ഇവന്റെ കൂടെയാണ് മേഘ ഒളിച്ചോടിയിട്ടുള്ളത്. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളൂ. ഇവൻ അത്യാവശ്യം ഫ്രോഡ് പരിപാടിയൊക്കെ ഉള്ളവനെന്നൊക്കെയാണ് അറിയുന്നത്. നല്ലൊരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിക്കും. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. നമുക്കത് ചാകര ഇതിപ്പോ പുതിയ സംഭവം ഒന്നും അല്ലല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയല്ലേ. അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ട് ഈവൻ കമന്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്നേ എനിക്ക് പറയാനുള്ള ഈ വിഷയം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്ന കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. ഇവള് കാണിച്ചത് പക്കാ തരം പക്ക ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ. ഇവിടെ നാട്ടിൽ നിയമമുണ്ട്, ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി അത് പിരിഞ്ഞ് മാറാനുള്ളതിന് ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയ ഇവളെയൊക്കെ ശരിക്കും മനുഷ്യരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും സുഹൃത്ത്.